ക്ലോസ് ചെയ്യാം. അതിങ്ങനെ ഒന്ന് ഡിസ്പ്ലേയിൽ ക്ലിക്ക് ചെയ്തു. പക്ഷേ ഈ പ്രസ് ചെയ്ത് ഇങ്ങോട്ട് തന്നെ വലിക്കണം. ശേഷം സെൻറ്റർ ജസ്റ്റ് റെക്റ്റാങ്കിൾ പ്രസ് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലുള്ളത് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഈ പ്രസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് .3 ചെയ്യാം. ശേഷം അതുപോലെ തന്നെ ഇത് പുഷ് ചെയ്യാം, വീണ്ടും പുഷ് ചെയ്യാം, പുഷ് ചെയ്യാം. ഓക്കെ, പ്രസ് ചെയ്യണമെന്നില്ല. റെൻഡർ ചെയ്യുന്ന സമയത്ത് ഈ ലൈൻസ് കാണില്ല, അതിൻ്റെ പ്രശ്നമൊന്നും വരില്ല. ഓക്കെ, ചെയ്യാം. ശരി, മൊത്തത്തിൽ ക്ലോസ് ചെയ്യേണ്ടി. ഓക്കെ, കുഴപ്പമില്ല, പുഷ് ചെയ്യാം. കുഴപ്പമില്ല. അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക, ജസ്റ്റ് മൂവ് പ്രസ് ചെയ്യുക, കറക്റ്റ് വെർട്ടിക്കൽ മൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് സെലക്ട് ചെയ്യുക, പ്രസ് ചെയ്യുക, മൂവ് ചെയ്യുക. ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക, പ്രസ് ചെയ്യുക, കറക്റ്റ് വേണ്ടത് ക്ലിക്ക് ചെയ്യുക. then same method press ചെയ്യുക, again close ചെയ്യുക. ഓക്കെ, ഇതിനുണ്ട് ക്ലോസ് ചെയ്യാണ്ട്. റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് കോപ്പി പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യാം, ക്ലോസ് ചെയ്യാം. again same rectangle ആക്കിയ പുഷ് ചെയ്യുക. സെലക്ട് ചെയ്ത് പ്രസ് ചെയ്യാണ്ട് കോപ്പി പുഷ് ചെയ്യുക, .3 ആ ഫേസിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് ബാക്കിൽ ഗ്രില്ല് കൊടുക്കുന്നുണ്ടാവും. ഗ്രില്ല് നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ കൊടുക്കുക. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് റെക്റ്റാങ്കിൾ 2 എൻ്റർ ഗ്രൂപ്പ് ചെയ്യാം. പുഷ് ചെയ്ത് കൊടുക്കാം, ക്ലോസ് ചെയ്യാം. പ്രസ് ചെയ്യാം, പ്രസ് ചെയ്യുക, കോപ്പി ജസ്റ്റ് മൂവ് ചെയ്യാം, മൂവ് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക, ജസ്റ്റ് ബൈ 2 ഇത് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ ക്യൂ പ്രസ് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, കോപ്പി വന്നായിരിക്കാം. ജസ്റ്റ് മൂവ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ദെൻ പുഷ് ചെയ്യുക, ഫസ്റ്റ് ക്ലോസ് ചെയ്യുക, പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി പ്രസ് ചെയ്ത്
താഴോട്ട് മൂവ് ചെയ്യുക. ഓക്കെ, ശേഷം എന്ന് പ്രസ് ചെയ്ത് കണ്ടിന്യൂസ് ചെയ്ത് കൂട്ടി ബൈ 8. ഓക്കെ, എന്നുവെച്ചത് ഡിലീറ്റ് ചെയ്യുക. ഒന്നും ചെയ്യേണ്ടിയിരുന്നുണ്ട്. യൂണിയൻ ഒരു സെലക്ട് ചെയ്യാത്തതുണ്ട്. ദെൻ ചെയ്യാം. യൂണിയൻ ഇങ്ങനെ ഉണ്ട്. മേക്ക് കമ്പോണന്റ് ചെയ്യാം, ക്രിയേറ്റ്. ദെൻ എമ്മ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കൂട്ടി ബൈ 2 എക്സിറ്റ് 2. ഓക്കെ, കൺട്രോൾ ഓൾ സെലക്ട് ചെയ്യാം. ദെൻ മേക്ക് ഗ്രൂപ്പ്, ദെൻ മേക്ക് കമ്പോണന്റ് W3 and create. വിൻഡോ ഉണ്ട്. Then you can go scene, വിൻഡോ കംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷെ ഇനി ഡോറ് ചെയ്യാണ്ട് അതിന് മുന്നേ നമുക്ക് ഈ വിൻഡോ എല്ലായിടത്തും കൊണ്ട് കോപ്പി ചെയ്യാം. ജസ്റ്റ് ഇത് അകത്തോട്ട് കുറച്ച് അകത്തോട്ട് വലിക്കണം, ഒരു 5 cm അകത്തോട്ട് വലിക്കാം. ഓക്കെ, then എമ്മോ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി വെർട്ടിക്കൽ പോയിന്റ് കൊണ്ട് വെച്ചു. ദെൻ Q പ്രസ് ചെയ്യുക, ഫസ്റ്റ് ഈ ഒരു ഡയറക്ഷനിൽ വലിക്കുക, അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യുക. then എമ്മോ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് വീണ്ടും കോപ്പി, then again കോപ്പി, then Q പ്രസ് ചെയ്യുക, കറക്റ്റ് 90 റൊട്ടേറ്റ് ചെയ്യുക. then എമ്മോ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി കറക്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. then Q പ്രസ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഗ്ലാസ് കൊടുക്കാണ്ട് നമ്മളിവിടെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഫിനിഷ് ആവുന്നില്ല. ഓക്കെ, വിൻഡോ കൊടുത്തു, ഡോറ് കൊടുക്കുക. ഇങ്ങോട്ടൊന്നും അധികം ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. നേരെ ഫ്രണ്ട് സൈഡ് മാത്രമേ ചെയ്യാൻ ഉദ്ദേശിക്കണുള്ളൂ. ഓക്കെ, നമുക്ക് വിൻഡോക്ക് ഗ്ലാസ് കൊടുക്കാം. ഗ്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൺട്രോൾ ഈ ഒരു വിൻഡോ മാത്രം ഡീസെലക്ട് ചെയ്ത് കൺട്രോൾ വെച്ച് ഹൈഡ് ചെയ്യണം. ദെൻ ഈ ഒരു വിൻഡോ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഒരു ഷട്ടറിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. 6 പ്രസ് ചെയ്തിട്ട് വിൻഡോ ഗ്ലാസ് കൊടുക്കണം. ഗ്രൂപ്പ് ചെയ്യാം, റെക്റ്റാങ്കിൾ പ്രസ് ചെയ്യാൻ ഗ്രൂപ്പ് ചെയ്യാം. പുഷ് 1.5 കൊടുക്കും. 1 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്താൽ മതി. 0.5. ഓക്കെ, ശേഷം കോപ്പി ചെയ്യാൻ പ്രസ് ചെയ്ത് കോപ്പി, പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കോപ്പി ചെയ്യാം. സെലക്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് പുഷ് ചെയ്യണം. കറക്റ്റ് പോയിന്റ് കൊടുത്തു. പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കറക്റ്റ് കോപ്പി ചെയ്യാം. ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് പുഷ് ചെയ്യാം. പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി, ഇത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി ചെയ്യാം. ശേഷം സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് അകത്തോട്ട് വലിക്കാം. 2 സെൻറ്റിമീറ്റർ അകത്തോട്ട് വലിക്കാം. ഓക്കെ, ഗ്രൂപ്പ് ചെയ്യാം. കൺട്രോൾ C പ്രസ് ചെയ്തിട്ട്
ക്ലിക്ക് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം, ഈ ഷട്ടറിൽ കൊടുക്കുക, then എഡിറ്റ് പേസ്റ്റ് ഇൻ പ്ലേസ് മൂവ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, സോറി ഡബിൾ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക, ഈ ഒരു പേജ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, പുഷ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പ് നമുക്ക് പുഷ് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്തു. മെറ്റീരിയൽ നമുക്ക് അപ്ലൈ ചെയ്യാം. മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഡോറും കൂടി ഡിസൈൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അതിന് മുന്നേ ഞാൻ ഇവിടെ ഒരു ട്യൂബ് എടുത്ത് വെച്ചിരിക്കുന്നു. റെക്റ്റാങ്കിളിൽ 5x5 സെൻറ്റി ഗ്രൂപ്പ് ചെയ്യണം. ഡബിൾ ക്ലിക്ക് ചെയ്യുക, റൈറ്റിൽ ക്ലോസ് ചെയ്യാം. ഒന്ന് വെച്ച് 2 ബസ് കോപ്പി ചെയ്യണം, ഇത് ഗ്രൂപ്പ് ചെയ്യണം. ഒന്ന് വെച്ച് 2 ബസ് ബൈ 12. ഓക്കെ, സോറി, ഇതിങ്ങോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ കറക്റ്റ് ഗ്യാപ്പിങ് കിട്ടും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ബസ് 2 ബസ് ചെയ്ത് കോപ്പി ബൈ 12. അതിനുശേഷം ഈ ഒരു വെച്ചിട്ട് ഈ ഒരു ട്യൂബ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ഗ്യാപ്പ് കിട്ടും. ഓക്കെ, ട്യൂബ് പ്രസ് ചെയ്തിട്ട് 2 പ്രസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുക. then 1 പ്രസ് ചെയ്ത് മൂവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക, സെലക്ട് ചെയ്ത് പുഷ് ചെയ്യുക. അതുപോലെ തന്നെ പുഷ് ചെയ്യുക. വൃത്തിയില്ലല്ലേ കാണാൻ. കറക്റ്റ് ഈ ഒരു ലെവൽ തന്നെ കൊടുക്കണം. അകത്തോട്ട് വെച്ചിട്ട് പിന്നെ അതുപോലെ സെലക്ട് ചെയ്ത് സോറി അതേ ഇത് മൂവ് ചെയ്യും. ഇത്ര 1 സെൻറ്റി. അതിനുശേഷം ഈ ട്യൂബ് ബോൾ സെലക്ട് ചെയ്തതിനു ശേഷം എസ് പ്രസ് ചെയ്ത് സ്കെയിൽ ചെയ്യുക. കറക്റ്റ് പോയിന്റ് കിട്ടണമെങ്കിൽ കെ പ്രസ് ചെയ്യുക, സെൻറ്റർ കിട്ടും. കെ വീണ്ടും പ്രസ് ചെയ്യുക. അതിനുശേഷം കറക്റ്റ് പോയിന്റിൽ ബുക്ക് ചെയ്യുക. ഓക്കെ, ഓരോന്നും നമ്മൾ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മൂവ് ചെയ്യാൻ പറ്റോട്ട്. അപ്പോൾ ഇനി ഡോറ് വരയ്ക്കാണ്ട് ഡോറ് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഡോറ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊന്ന് വരയ്ക്കാൻ നോക്കാം. മോഡലിൽ പോയിട്ട് ഒരു ഷെയ്ഡ് വിത്ത് ടെക്സ്ചർ ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. സീനിൻ്റെ അപ്ഡേറ്റ് ചെയ്യണം. ഷാഡോ ഓൺ ചെയ്ത് നോക്കാം. ക്യാമറയിൽ പാരലൽ കറക്റ്റ് എലിവേഷൻ ഐ വ്യൂ കിട്ടണമെങ്കിൽ ഫ്രണ്ട് എലിവേഷൻ, അതുപോലെ റൈറ്റ്, റിയർ, ലെഫ്റ്റ്, ഓക്കെ, ടോപ്പ് വ്യൂ, ഐസോമെട്രിക് വ്യൂ. ക്യാമറയുടെ ബാക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, ഷാഡോ ഓഫ് ചെയ്യാം. ഇത് നമ്മൾ ഷാഡോ ഒക്കെ ഓൺ ചെയ്ത് സ്കെച്ചപ്പിൽ ലേഔട്ട് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നല്ല വൃത്തിയുണ്ടാവും ഷാഡോ ഒക്കെ ഓൺ ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഡോറ് നമുക്ക് ഡിസൈൻ ചെയ്ത് വെക്കാം. ഈ സ്ലാബിന് ആഡ് ചെയ്യാൻ കൺട്രോൾ വെച്ച് ടൈല് ഞാൻ ആഡ് ചെയ്യണം.
ശേഷം 6 പ്രസ് ചെയ്ത് കറക്റ്റ് ഡോറിൻ്റെ സൈസ് ഞാൻ ഗ്രൂപ്പ് ചെയ്യണം. ഇതിൻ്റെ ഡയമെൻഷൻ വരുന്നത് 1.20, ഹൈറ്റ് 2.10. ഓക്കെ, ദെൻ കൺട്രോൾ എ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഫേസ് മാത്രം ഡീസെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ദെൻ ആഡ് ചെയ്യുക. ഈ ഒരു ഡോറിൻ്റെ ഇതൊരു ഡോറിൻ്റെ സൈസാണ്, സൈസിലേക്കാണ് നിങ്ങൾ ആ ഡോറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ ജസ്റ്റ് നമുക്ക് അതുകൊണ്ട് ഒരു 8 സെൻറ്റി കണക്കാക്കാം. ഒരു പീസ് വരയ്ക്കാം. 8,8 ഗ്രൂപ്പ് ചെയ്യാണ്. ആ ഇടത്തിലൊക്കെ ഒരു ചെറിയൊരു ഷേപ്പിംഗ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. 1.2, 0.8, 9 ഇവിടെ കാണിക്കൂട്ടോ മെഷർമെൻറ്റ്. 0.6, 0.9 നമുക്ക് എ പ്രസ് ചെയ്താൽ മതി. കറക്റ്റ് ആർക്ക് വരച്ചു കൊടുക്കണം. ഈ പ്രസ് ചെയ്തിട്ട് ഞാൻ റേസ് ചെയ്യാണ്, അതുപോലെ ഈ ഒരു ഭാഗം റേസ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് എക്സ്റ്റൻഷനിൽ പോയിട്ട് വെൽഡ് ക്ലിക്ക് ചെയ്യാം, ഒറ്റ ലൈൻ ചെയ്താൽ. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഒരു ലൈൻസ്, ഈ ഒരു 3 ലൈന് ക്ലിക്ക് ചെയ്തതിനു ശേഷം കൺട്രോൾ സി പ്രസ് ചെയ്യുക. ദെൻ ഈ ഒരു ഫേസിൽ വന്നിട്ട് എഡിറ്റ് പേസ്റ്റ് പ്ലേസ് ചെയ്യുക. പക്ഷേ ഫോളോയിൽ ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഏകദേശം അതുപോലെ പക്ക കറക്റ്റ് അല്ല, ചെറിയൊരു എഡ്ജൊക്കെ കൊടുത്തിട്ട് ശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പാനൽ വരയ്ക്കാം. നമുക്ക് ഇതൊരു 80 സെൻറ്റി, അതുപോലെ ബാക്കി 40 സെൻറ്റി ഈ ചെറിയൊരു ഡോറും കണക്കാക്കാം. ഞാൻ ഈ പാനൽ വരയ്ക്കുകയാണ്. എന്നിട്ട് 6 പ്രസ് ചെയ്യുക, അത് കറക്റ്റ് സെൻറ്റർ എടുത്തു. പക്ഷേ ഗ്രൂപ്പ് ചെയ്യാം. നമുക്ക് എത്ര അവൈലബിൾ ഇൻസൈഡ് നോക്കാം, അതിനനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 52/2 അതാണ് ഞങ്ങൾ ഇൻസൈഡ് ടു ഇൻസൈഡ് മെഷർമെൻറ്റ്. അപ്പോൾ 104 ഒരു 70 കണക്കാക്കാം. 70 മൈനസ് 70, 34. ഞാൻ ലാസ്റ്റത്തെ പാനൽ 34 കൊടുക്കുക. ഓക്കെ, അപ്പോൾ 52 മൈനസ് 70, 18. ഓക്കെ, 18 അപ്പോൾ നമുക്ക് ഉള്ളിൽ ഷിഫ്റ്റ് ചെയ്യണം. ജസ്റ്റ് മൂവ് ചെയ്യാം, പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റ് എൻ്റർ. ഈ ഒരു പാനൽ വലുതായിരിക്കും. ഇതൊരു 4 സെൻറ്റി പ്രൊജക്ഷൻ കൊടുക്കാം പുറത്തേക്ക്. ശേഷം ഈ ഒരു പീസ് ഞാൻ ഡിലീറ്റ് ചെയ്യണം, അതിൻ്റെ ആവശ്യമില്ല. പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു ഫേസ് ഫിഷ് ചെയ്യുക, കറക്റ്റ് ക്ലോസ് ചെയ്യുക. ഇതൊരു ഫിക്സും രണ്ടും ഇത് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം തീർക്കാറുണ്ട്, അകത്തേക്ക് കയറാൻ രൂപത്തിൽ. അങ്ങനെയാണ് നമ്മൾ പൊതുവെ ചെയ്യാറുള്ളത്. ഓരോ ലെവലിൽ ചെയ്യണേ. ഓക്കെ, താഴത്തെ ചവിട്ടുപടി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് കണക്കാക്കണം നമ്മൾ. അപ്പോൾ ഒരു പീസ് സെലക്ട് ചെയ്ത് കുറച്ച് മുകളിലോട്ട് വെക്കുക. 8 സെൻറ്റി വേണം, 6 സെൻറ്റി മതി.
ഒരു ഫേസ് ഇവിടെ അതുപോലെ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടൊന്ന് ക്ലോസ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് പിക്ചറിലേക്ക് കൊടുക്കുക. ഈ ഒരു ബേസ് വരയ്ക്കാം, ഈ ഒരു പ്രൊജക്ഷൻ നമുക്ക് വരയ്ക്കാം. അതിനൊരു 60 സെൻറ്റി പ്രൊജക്ഷൻ കൊടുക്കാം. ഈ ഗ്രൂപ്പ് ചെയ്താണ് ഞാൻ എമ്മോ പ്രസ് ചെയ്ത് 2 പ്രസ് ചെയ്ത് കോപ്പി ചെയ്യണം. അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇട്ടു. അതിനുശേഷം F പ്രസ് ചെയ്തിട്ട് 60 സെൻറ്റി സോറി 6 സെൻറ്റി 6 സെൻറ്റിൻ്റെ ചെയ്തിട്ട് കട്ട് ചെയ്യുക. F പ്രസ് ചെയ്തിട്ട് 2 സെൻറ്റി എൻ്റെ പുഷ് ചെയ്തിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുക. ഫേസ് ഡിലീറ്റ് ചെയ്യുക. ഫേസ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. പുഷ് ചെയ്യുക. 2 സെൻറ്റി പുഷ് ചെയ്തു. ഓക്കെ, 2 സെൻറ്റി അങ്ങനെ പ്രൊജക്ഷൻ ഉണ്ടാവില്ല. ഒരു 1 സെൻറ്റി കൊടുക്കും. പുഷ് ചെയ്യുക. 1 എൻ്റെ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഫേസും നമുക്ക് അതുപോലെ തന്നെ F പ്രസ് ചെയ്യുക. കറക്റ്റ് 6 സെൻറ്റി എൻ്റെ ഫേസ് സെലക്ട് ചെയ്ത് കൺട്രോൾ സി, ദെൻ കൺട്രോൾ സെറ്റ് പുറത്ത് പിക്ക് ചെയ്യുക. എടുത്ത് പേസ്റ്റ് ഇൻ പ്ലേസ്, ദെൻ ഗ്രൂപ്പ് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക. F പ്രസ് ചെയ്ത് കറക്റ്റ് 2 സെൻറ്റി, ദെൻ ഈ ഒരു ഫേസ് ഡിലീറ്റ് ചെയ്യുക. ദെൻ G പ്രസ് ചെയ്ത് കറക്റ്റ് ക്ലോസ് ചെയ്യുക. 1 സെൻറ്റി പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ഒരു ലൈൻസ് സ്റ്റീലിൻ്റെ സെൻറ്റർ സ്റ്റീലിൻ്റെ ഒരു ലൈനാണ് ഈ കാണുന്നത്. സോ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫേസ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ഫേസ് കൺട്രോൾ സി പ്രസ് ചെയ്ത് കോപ്പി ചെയ്യണം. പിന്നെ എഡിറ്റ് പേസ്റ്റ് ഇൻ പ്ലേസ് ഗ്രൂപ്പ് ചെയ്യുക. എമ്മോ പ്രസ് ചെയ്ത് ഞാൻ കുറച്ച് ഇങ്ങോട്ട് വലിക്കുകയാണ്. ഒരു 10 സെൻറ്റി എൻ്റർ, ദെൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക. പുഷ് ചെയ്യുക. ഒരു 1.2 സെൻറ്റി. ഓക്കെ, അതിനുശേഷം ഈ ഫേസ് സെലക്ട് ചെയ്ത് പുഷ് ചെയ്യുക. ഒരു 40 സെൻറ്റി എൻ്റെ. അതുപോലെ തന്നെ താഴത്തുനിന്ന് നമ്മൾ മുകളിലോട്ടൊരു 40 സെൻറ്റി എൻ്റെ കൊടുക്കുക. എൻ്റെ കൊടുക്കുക. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് എമ്മോ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി ബൈ 2 കൊടുക്കാം. അതിനുശേഷം പുഷ് ചെയ്യുക. 50 കൊടുക്കുക. ഇവിടെ അതുപോലെ ഷെയർ 32 കൊടുക്കുക. അതിൻ്റെ അതുപോലെ തന്നെ ഇവിടെയും പുഷ് ചെയ്യുക. 50 പുഷ് ചെയ്യുക. 32 കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതായുണ്ട്. നെക്സ്റ്റ് ഒറിജിനലായിട്ടാണ് ഈ സ്റ്റീലിൻ്റെ സ്ട്രിപ്പ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ കൊടുക്കുക നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ട്യൂബ് സെലക്ട് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുക. ട്യൂബ് പ്രസ് ചെയ്തതിനു ശേഷം ജസ്റ്റ് മൂവ് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഒരു ഫേസ് ക്ലോസ് ചെയ്യുക. പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക ബൈ 2. ഓക്കെ, അങ്ങനെ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കറക്റ്റ് മൂവ് ചെയ്യുക. മൂവ് ചെയ്യുക. കറക്റ്റ് ഡിസ്റ്റൻസ് വരുന്നു. ഇതായിട്ടുണ്ട്. നമുക്ക് അടുത്ത ഹാൻഡിലാണ്. ഹാൻഡിൽ കൊടുക്കുന്നതിന് മുന്നേ വിളിച്ചറി ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ പ്രൊജക്ഷൻ കൊടുക്കണ്ടല്ലോ.
നമ്മൾ ആദ്യം കണക്കാക്കേണ്ടിയിരുന്നു. എനിവേ വിൽ മേക്ക് ഒരു 60 സെൻറ്റിൻ്റെ പ്രൊജക്ഷൻ കൊടുക്കുക. ആ ഒരു ഡിസൈന്, സോറി 6 സെൻറ്റിൻ്റെ ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫേസ് നമുക്കൊന്ന് ചുരുക്കണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് മൂവ് ചെയ്യുക 6 സെൻറ്റി എൻ്റെ ഈ ഒരു ഫേസ് ഞാൻ സെലക്ട് ചെയ്ത് പുഷ് ചെയ്യണം 6 സെൻറ്റി. ഓക്കെ, ജസ്റ്റ് മൂവ് ചെയ്യണം 3 സെൻറ്റി. മൂവ് ചെയ്യുക 3 സെൻറ്റി. ഓക്കെ, പക്ഷേ ഞാൻ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാൻ കണ്ടുപിടിച്ച് അതുപോലെ തന്നെ ഈ ഒരു ഫേസ് കണ്ടു പ്രസ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാൻ കണ്ടുപിടിച്ച്. ഓക്കെ, പക്ഷേ ഇത് ഗ്രൂപ്പ് ചെയ്യാനുള്ള എഡിറ്റ് ഗ്രൂപ്പ് ജസ്റ്റ് പുഷ് ചെയ്യണം പുറത്തേക്ക്. ഞാൻ നോക്കേണ്ടത് ഒരു കർവ് ടൈപ്പ് കർവല്ല. ഓക്കെ, ചെക്ക് ഒരു ആർക്ക് 6 പ്രസ് ചെയ്തതിന് ശേഷം ഒരു ആർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഫേസ് സെലക്ട് ചെയ്യാം, പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കോപ്പി ഫ്ലിപ്പ് അലോങ് ഗ്രീൻ ഡയറക്ഷൻ മൂവ് ചെയ്യാം, യൂസ് ചെയ്യാം. ഈ പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, മറ്റേ സൈഡ് കട്ട് ചെയ്തെടുക്കാം. ഇത് പക്ക ആ ഒരു ഡോർ എന്നല്ല കേട്ടോ, ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവും. അതിനുശേഷം ക്ലോസ് ചെയ്യാം, ദെൻ ഗ്രൂപ്പ് ചെയ്യാം, പുഷ് ചെയ്യാം. ഓക്കെ, പിന്നെ കൺട്രോൾ സോറി ഓൾ സെലക്ട് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. ഹാൻഡിൽ കൊടുക്കാണ്ട് കേട്ടോ, ഹാൻഡിൽ കൊടുക്കുന്നതിന് മുന്നത്ത് ക്ലോസ് ചെയ്യാണ്ട് വരും. വരുന്നുണ്ട് അടിപ്പടി പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്താക്കണം. അപ്പം നമ്മൾ ഡോറ് കുറച്ച് ഉള്ളോട്ട് പോകണ്ടേ, പുതിയൊരു ഫേസ് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക, ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ അതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഹാൻഡിൽ കൊടുക്കാം, ഹാൻഡിൽ പിന്നെ ഇവിടെ സ്ട്രിപ്പ് കൊടുക്കാണ്ട് സ്റ്റീലിൻ്റെ സ്ട്രിപ്പ് ഒരു സ്ട്രിപ്പ് നമ്മളൊക്കെ എടുക്കുക. കൺട്രോൾ സി, എഡിറ്റ് പേസ്റ്റ് ഇൻ പ്ലേസ്, ജസ്റ്റ് മൂവ് ചെയ്യുക, പ്രസ് ചെയ്തിട്ട് നോക്കാം. സോറി കറക്റ്റ് സെൻറ്റർ തന്നെ എടുക്കുക, സെൻറ്റർ കൂടെ നോക്കാം. ജസ്റ്റ് കുറച്ച് താഴോട്ട് ഓക്കെ, ഒരു 20 സെൻറ്റി 20 ആണോ, കുറച്ച് 10 സെൻറ്റി 10 എൻ്റെ ഒന്ന് താഴോട്ട് പുഷ് ചെയ്യാം. അതുപോലെ കുറച്ച് 10 സെൻറ്റി മുന്നോട്ട് കൊടുക്കുക. ശേഷം റെക്റ്റാങ്കിൾ വരയ്ക്കുക, ക്ലോസ് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക, പുഷ് ചെയ്യുക, ക്ലോസ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഗ്രൂപ്പ് ചെയ്യുക, പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് കറക്റ്റ് ക്ലോസ് ചെയ്ത് വെക്കാം. പ്രസ് ചെയ്ത് കറക്റ്റ് കോപ്പി ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്യണ്ടേ. അതിനുശേഷം സെൻറ്ററിൽ വരുന്നുണ്ട്, സോ കോപ്പി ചെയ്യാം,
മിഡ് പോയിന്റ് കറക്റ്റ് സെൻറ്ററാണ്. സോ എമ്മ പ്രസ് ചെയ്യാം. കറക്റ്റ് സെൻറ്റർ നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്യാം. 88 85 കറക്റ്റല്ലേ വെച്ചിട്ടുള്ളത്. സോ നോക്കാം. 85.7 88 55.7 പ്ലസ് 88/2 മൈനസ് 88. വലിയ കുഴപ്പമൊന്നുമില്ല. 5 സെൻറ്റ് വ്യത്യാസം. 58 അവിടെ നിങ്ങൾ കണ്ടിരുന്നു. ആളുകളായോ 5 സെൻറ്റ് താഴോട്ട് വരും. ഓക്കെ, ജോയിൻ ചെയ്യാം. യൂണിയൻ ഓക്കെ. കുഴപ്പമില്ല. ഹാൻഡിലാണ്. ഹാൻഡിൽ ഇതിന് കറക്റ്റ് സെൻറ്ററായിട്ടാണ് വരുന്നത്. ഒരാളായിട്ട് നോക്കിയാൽ മതി. നമുക്ക് താഴത്തുനിന്നൊരു 1.20 നമുക്ക് വയ്ക്കാം. ഹാൻഡിൽ 1.10 നമുക്ക് തന്നെയാണ്. ഈ ഒരു തന്നെ കൺട്രോൾ സി കോപ്പി ചെയ്യുക, എഡിറ്റ് പേസ്റ്റ് പ്ലേസ്, ജസ്റ്റ് മൂവ് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് 2 സെൻറ്റ് ജസ്റ്റ് 2 സെൻറ്റ് പൊസിഷൻ എടുക്കുക. 9 ഒരു 1 എടുക്കുക. പിന്നെ ലെങ്ത് എത്ര ഉണ്ടെന്ന് 40 സെൻറ്റ്. ഓക്കെ, ഈ ഒരു പ്ലേസ് ലൈൻ സെലക്ട് ചെയ്യാം. പ്രസ് ചെയ്യാം. 2 സെൻറ്റ് സെറ്റ് ചെയ്യാം. കട്ട് ചെയ്യും. ഓക്കെ, അവിടെ കൈ കൊള്ളൊന്നാവും. അത് കുറച്ച് നീളം കൂട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൂവ് ചെയ്യുക, പുറത്തേക്ക് മൂവ് ചെയ്യുക. 2 സെൻറ്റ് പുറത്തേക്ക് കൊടുക്കുക. കുറച്ചുകൂടി വൃത്തി. ദെൻ ഈ ഫേസ് സെലക്ട് ചെയ്ത് ഫിഷ് ചെയ്യുക. ഓക്കെ, ഹാൻഡിലായിട്ട് ജസ്റ്റ് മേക്ക് കമ്പോണൻറ്റ് ചെയ്യാം. പിന്നെ പ്രസ് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക, കോപ്പി. അങ്ങനെ ഇൻറ്റേർണലൊന്നും ചെയ്യുന്നില്ല. ഇൻറ്റേർണൽ ഹാൻഡിലൊക്കെ കൊടുക്കാൻ പറ്റും, ഡിസൈനൊക്കെ മാറ്റാം. പക്ഷേ നമ്മൾ എക്സ്റ്റീരിയർ മാത്രം ചെയ്യാണ്ട് അതിലേക്കൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഡോറായിട്ടുണ്ട്. മെറ്റീരിയൽ അപ്ലൈ ചെയ്യാണ്ട് SSCനെ ക്ലിക്ക് ചെയ്യാം. ഡോർ അകത്തോട്ട് വരികയുണ്ട്. മൂവ് ചെയ്യുക. 5 സെൻറ്റ് പുറത്തേക്ക് ഉള്ളിലോട്ട് വലിക്കുക. അപ്പോൾ സ്ട്രക്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെറ്റീരിയൽ അപ്ലൈ ചെയ്യാണ്ട്, അതുപോലെ സ്റ്റെയർ കേസിന് ഡോർ കൊടുക്കാണ്ട്, സ്റ്റെയർ കേസിന് വിൻഡോ കൊടുക്കാണ്ട്, അതുപോലെ താഴത്ത് ബാത്റൂമിൻ്റെ വിൻഡോ കൊടുക്കാണ്ട്. കിച്ചൻ്റെ വിൻഡോ ഇതൊന്നും നമ്മൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് കാണില്ല. അതുപോലെ തന്നെ ഇവിടെ ബാത്റൂമിൻ്റെ വിൻഡോ ഈ ഭാഗത്ത് കൊടുക്കുക.